നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. പൗണ്ടിന്റെ നിരക്ക് വർധനയിൽ നേട്ടം കൊയ്ത് UK മലയാളികൾ. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ 5% നിലനിർത്തിയതിനു ശേഷം പൗണ്ടിന്റെ നിരക്ക് US ഡോളറിനെതിരെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കുതിച്ചു. പൗണ്ട് നിരക്ക് 1% ഉയർന്ന് $1.331 പൗണ്ടിന്റെ വിനിമയ നിരക്ക് ഇന്ത്യൻ രൂപയ്ക്കെതിരെ 111.22 ഉയർന്നു. അമേരിക്ക പലിശ നിരക്ക് കുറച്ചത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിപണികളിലും ചലനം സൃഷ്ടിച്ചു. RBIയും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പലിശ നിരക്ക് കുറയ്ക്കുന്നത് നിക്ഷേപകരെ സ്വർണത്തിലേക്ക് ആകർഷിക്കുമെങ്കിലും വിപണി പ്രതീക്ഷിച്ചത്ര ഉയർന്നില്ല. സൈക്കിൾ യാത്രക്കാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ മലയാളി യുവതി അറസ്റ്റിൽ. ഹാൻഫോർത്ത് സ്റ്റെബ്ലി റോഡിൽ താമസിക്കുന്ന 42 വയസ്സുള്ള സീന ചാക്കോയ്ക്കെതിരെയാണ് ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത്. ശനിയാഴ്ച ബുൾസ് ഹെഡ് പബിന് സമീപം ഉണ്ടായ അപകടത്തിൽ 62-കാരിയായ സ്ത്രീ ചൊവ്വാഴ്ച ആശുപത്രിയിൽ മരിച്ചു. അപകടത്തെ തുടർന്ന് സൈക്കിൾ യാത്രക്കാരിയെ റോഡിലൂടെ മീറ്ററുകളോളം വലിച്ചിഴയ്ക്കുകയും ചെയ്തു. സെപ്റ്റംബർ 17 ചൊവ്വാഴ്ച ചെസ്കൗൺ കോടതിയിൽ ഹാജരായ സീന ചാക്കോ അപകടകരമായ ഡ്രൈവിംഗ് നടത്തിയതായുള്ള കുറ്റം സമ്മതിച്ചു. അപകടകരമായ ഡ്രൈവിംഗ്, റോഡ് അപകടത്തിന് ശേഷം വാഹനം നിർത്താതിരിക്കുക, ലൈസൻസും ഇൻഷുറൻസും ഇല്ലാതെ വാഹനം ഓടിക്കുക തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് സീന ചാക്കോ നേരിടുന്നത്. കോടതി തുടർ നടപടികൾക്കായി സീന ഒക്ടോബർ 21 ചെസ്റ്റർ ക്രൗൺ കോടതിയിൽ ഹാജരാകണം. UK സന്ദർശിക്കുന്ന വിദേശികൾക്ക് ETA നിർബന്ധമാക്കി യുകെയിൽ താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനോ വിസ ആവശ്യമുള്ള വിദേശികൾക്ക് ഇപ്പോൾ വിസ നൽകിയിട്ടുണ്ട്. ഈ വിസാസ് ഹാർഡ് കോപ്പി ഇമിഗ്രേഷൻ ഡോക്യുമെന്റുകൾക്ക് ബദൽ വാഗ്ദാനം ചെയ്യുന്നു. യുകെയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ബ്രിട്ടീഷ്, ഐറിഷ് പൗരന്മാർ ഒഴികെ യുകെയിലേക്ക് പോകുന്നതിന് മുൻപ് മുൻകൂട്ടി അനുമതി ആവശ്യമാണ്. ഇത് ETA അല്ലെങ്കിൽ വിസ വഴിയാകാം. 2025 ഏപ്രിലോടെ ഈ സംവിധാനം നടപ്പിലാകും. ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഇപ്പോൾ ETAയ്ക്ക് അപേക്ഷിക്കാം. 2025 ജനുവരി 8 മുതൽ യാത്ര ചെയ്യുന്നതിന് നോൺ യൂറോപ്യൻ പൗരന്മാർക്ക് ETA ആവശ്യമാണ്. നിലവിലെ മിക്ക BRPകളും 2024 ഡിസംബർ 31 കാലഹരണപ്പെടും. ഡു നോട്ട് ഈറ്റ് വാർണിംഗ് വിവിധ റീറ്റെയിലർമാർ വിട്ടിരിക്കുന്ന 50-ലധികം ഭക്ഷ്യവസ്തുക്കൾക്ക്. ആൾഡി, ഡൊമിനോസ്, സ്പാർ എന്നിവിടങ്ങളിലെ 50 ഭക്ഷണ സാധനങ്ങൾക്കാണ് അടിയന്തരമായി ഡു നോട്ട് ഈറ്റ് വാർണിംഗ് ലഭിച്ചത്. യുകെയിലെ പ്രമുഖ സൂപ്പർമാർക്കറ്റുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും 50-ലധികം ഭക്ഷ്യവസ്തുക്കൾ സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരിച്ചു വിളിച്ചത്. ആൾഡിയിൽ നിന്നുള്ള വെളുത്തുള്ളി ഹെർബ് ഡിപ്പ്, ഡൊമിനോസ് ടിപ്പ് പോട്ടുകൾ, സാൻഡ്വിച്ച് ഫില്ലറുകൾ, ബുക്കറിൽ നിന്നുള്ള പൊട്ടറ്റോ സാലഡ്, വിവിധ സ്പാ സാൻഡ്വിച്ചുകൾ, റാപ്പുകൾ, പാസ്ത സാലഡുകൾ തുടങ്ങിയവ ഇത്തരം ഫുഡുകളിൽ ഉൾപ്പെടുന്നു. ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ ആർക്കും അവരുടെ അടുത്തുള്ള സ്റ്റോറിലേക്ക് ഇവ തിരികെ നൽകാം. 2 പ്രധാന മോട്ടോർവേകൾ ഈ വാരാന്ത്യത്തിൽ അടയ്ക്കുന്നു. M62-ൽ മാഞ്ചസ്റ്റർ, ലിവർപൂൾ, ലീഡ്സ്, ഹൾ എന്നിവിടങ്ങളിലേക്ക് പോകുന്നവർ തിരക്ക് പ്രതീക്ഷിക്കണം. കാരണം നെറ്റ്വർക്ക് റെയിൽ റോച്ച്ഡെയിലെ ജംഗ്ഷൻ 19-നും 20-നും ഇടയിലുള്ള കാസ്റ്റ ലിറ്റൺ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ടാണ് അടച്ചിട്ടിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 6 മണി വരെ റോഡ് പൂർണ്ണമായും അടച്ചിരിക്കും. അതേസമയം M25-ലെ ജംഗ്ഷൻ 10 അടുത്ത 3 വാരാന്ത്യങ്ങളിൽ സ്ലിപ്പ് റോഡ് അടയ്ക്കുന്നതിന് വിധേയമായിരിക്കും. അടുത്ത 2 ദിവസങ്ങളിൽ ഇംഗ്ലണ്ടിന്റെ പല ഭാഗത്തും ശക്തമായ കാറ്റിനും പേമാരിക്കും സാധ്യതയുള്ളതായി മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ്. അടുത്ത 2 ദിവസങ്ങളിൽ ഇംഗ്ലണ്ടിന്റെയും വെയിൽസിന്റെയും പല ഭാഗങ്ങളിലും ശക്തമായ കാറ്റും പേമാരിയും ഉണ്ടാകാൻ സാധ്യതയുള്ളതായി മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ കാറ്റുള്ളപ്പോൾ ഉണ്ടാകുന്ന ഇടിമിന്നൽ, കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്താൻ ഇടയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. അതുപോലെ 3 മണിക്കൂറിൽ 40 മില്ലിമീറ്റർ മഴ പെയ്തിറങ്ങുമ്പോൾ ഗതാഗത തടസ്സത്തിനും സാധ്യതകൾ ഏറെയാണ്. വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും ട്രെയിനുകൾ വൈകി ഓടാനും ഇടയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഇന്ന് രാവിലെ 1 മണി മുതൽ അർദ്ധരാത്രി വരെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. വെയിൽസിൽ പൂർണ്ണമായും നിലവിൽ വരുന്ന ഈ മുന്നറിയിപ്പ് ലിവർപൂൾ, സ്റ്റോക്ക്-ഓൺ-ട്രെന്റ്, ലെസ്റ്റർ, കോൺവാൾ തുടങ്ങിയ ഭാഗങ്ങളിലേക്കും നീളും. എന്നാൽ രാജ്യത്തെ മറ്റു ചില ഭാഗങ്ങളിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.